എന്തായാലും സന്ദീപ് വാര്യരെ ഒപ്പം കൂട്ടിയതിലൂടെ പാലക്കാട് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതേസമയം BJPക്ക് അകത്ത് നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ വരും ദിവസങ്ങളിൽ രൂക്ഷമാകുമെന്നുള്ള സൂചനകളും പുറത്തുവരികയാണ്. സരിൻ പോയി സന്ദീപ് വന്നു എന്ന കേവലമായ ആശ്വാസത്തിനപ്പുറം ഭാവി രാഷ്ട്രീയത്തിലേക്കുള്ള സ്ഥിര നിക്ഷേപമായാണ് കോൺഗ്രസ് നേതൃത്വം സന്ദീപ് വാര്യരുടെ കടന്നുവരവിനെ കാണുന്നത്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് രംഗം BJP UDF പോര് എന്ന നിലയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു തുടങ്ങിയ വിലയിരുത്തലിലേക്കും നേതൃത്വമെത്തി. ഈ സാഹചര്യം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുകയാണ് അടുത്ത പടി. BJPയുമായി പോരാട്ടം കടുപ്പിക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായി കേന്ദ്രീകരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. BJP ജയിക്കാതിരിക്കാൻ ഇടതുപക്ഷ അനുഭാവമുള്ളവർ പോലും വോട്ട് മറിച്ച് ചെയ്തേക്കാം. സന്ദീപ് BJP വിട്ടത് ബലിദാനികളുടെ വൈകാരിക അടിത്തറയിൽ നിന്നാണ് എന്നതും ശ്രദ്ധേയം. BJP നേതാവ് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിലെ അവിശുദ്ധ കൂട്ടുകെട്ട് ചോദ്യം ചെയ്യുമ്പോൾ CPIMനും മറുപടി പറയേണ്ടി വരും. മുൻപ് നടന്ന SDPI പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിയായ RSS ജില്ലാ കാര്യവാഹക് ജയിലിൽ കിടക്കുകയാണെന്നുകൂടി സന്ദീപ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അടിത്തട്ടിലെ സാധാരണ പ്രവർത്തകർക്ക് മുന്നിലും BJP നേതൃത്വം പ്രതിക്കൂട്ടിലാകുന്നു. ശ്രീനിവാസൻ വധക്കേസിൽ എങ്ങനെയാണ് 17 പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് സംബന്ധിച്ച് BJP നേതൃത്വം മറുപടി പറഞ്ഞിട്ട് വേണം ബലിദാനികളുടെ ഫോട്ടോ വെച്ച് വോട്ട് തേടാൻ. ഇതേപോലെ ഗൂഢാലോചന കേസിൽപ്പെട്ടിട്ടുള്ള RSSന്റെ ജില്ലാ സഹകാര്യവാഹി ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന് സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചു. ബലിദാനികളെ ഒറ്റിക്കൊടുത്തവനെന്ന് എനിക്ക് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട സ്വയം സേവകർ എന്നോടല്ല ആ ചോദ്യം ചോദിക്കുന്നത്. ഒറ്റുകാരൻ നിങ്ങളുടെ കൂട്ടത്തിലാണുള്ളത്. കോൺഗ്രസ് നേതൃത്വമാകട്ടെ അതീവ രഹസ്യമായി നടത്തിയ നീക്കങ്ങൾ വിജയം കണ്ടതിന്റെ ആഹ്ലാദത്തിലാണ്. 2 ദിവസം മുൻപ് തന്നെ സന്ദീപ് വാര്യരുമായി നേതൃത്വം ധാരണയിലെത്തിയിരുന്നു. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും സന്ദീപുമായി സംസാരിച്ചു. K സുധാകരൻ, VD സതീശൻ, ഷാഫി പറമ്പിൽ, VK ശ്രീകണ്ഠൻ എന്നീ നേതാക്കളും നിർണായക നീക്കത്തിൽ പങ്കാളികളായി. കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞു മതി പ്രഖ്യാപനമെന്നായിരുന്നു ധാരണ. തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഒരു ഷോക്ക് നൽകിയാൽ അത് മറികടക്കുക മറ്റു മുന്നണികൾക്ക് എളുപ്പമായിരിക്കില്ല എന്നാണ് നേതൃത്വത്തിന്റെ വിശ്വാസം. സന്ദീപ് വാര്യർക്ക് നൽകുന്ന പദവികൾ സംബന്ധിച്ചും കോൺഗ്രസ് നേതാക്കൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. KPCC നേതൃപദവിയോടൊപ്പം പാലക്കാടോ തൃശൂരോ ഒരു നിയമസഭാ സീറ്റ് കൂടിയാണ് വാഗ്ദാനം. അതേസമയം BJP ആകട്ടെ സന്ദീപ് പോയതോടെ പാർട്ടി പ്രവർത്തകരിൽ വാശി കൂടുമെന്നാണ് പറയുന്നത്. സന്ദീപിന് വഞ്ചനയുടെ മുഖം ചാർത്തി നൽകി ആ രാഷ്ട്രീയത്തെ കൂടി പരാജയപ്പെടുത്തുക എന്ന നിലയിലേക്ക് പാർട്ടി ഘടകങ്ങൾ മാറിയിട്ടുണ്ടെന്നും നേതൃത്വം അവകാശപ്പെടുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ വിവാദങ്ങളുടെ ഘോഷയാത്ര തുടരുന്ന പാലക്കാട് ക്ലൈമാക്സിലേക്ക് നീങ്ങുമ്പോൾ രാഷ്ട്രീയ തിരക്കഥയിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.